നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കാതെ എന്തൊക്കെ കാര്യങ്ങളല്ലേ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആഫ്രിക്കയ്ക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടുന്ന് വന്നിട്ടൊരു 1.5 കൊല്ലമായി. ദേ ഈ രണ്ടാമത്തെ ആളെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം അയാൾക്ക് 1 വയസ്സായി. വയറ്റിൽ 2 മാസം ഉള്ളപ്പോഴായിരുന്നു ഞാൻ തിരിച്ച് നാട്ടിൽ വന്നത്. അങ്ങനെ വീണ്ടും 1.5 കൊല്ലത്തിന് ശേഷം ഞങ്ങളൊന്നും കൂടെ ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയാം. അതും ഒരു പ്രത്യേകതര ജീവിതമാണ്. കാരണം 2 മക്കളെയും കൊണ്ട്, അതും ആഫ്രിക്ക പോലുള്ള അവിടെയും ഉൾഗ്രാമത്തിൽ, കസാമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി എങ്ങനെ നിൽക്കും എന്നാലോചിച്ച് ഞാനാദ്യം വരുന്നില്ല എന്ന് ഉറപ്പിച്ചും ശക്തവുമായിട്ടും എൻ്റെ കെട്ടിയവനോട് പറഞ്ഞതാണ്. പിന്നെ എന്താ ചെയ്യുക, രണ്ടാമത്തെ ഡെലിവറിയോടുകൂടി വന്ന ഒരു ആങ്സൈറ്റിയും ചെറിയൊരു ഡിപ്രഷനും, അതിൻ്റെ ലെവൽ കൂടും എന്നോർത്ത ഹസ്ബൻഡും സാരമില്ല നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ. എന്താകും അവിടെ ചെന്നാൽ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ചിന്തിച്ചാൽ ചിലപ്പോൾ നാട്ടിനുള്ളതിനേക്കാളും ആൻസൈറ്റി ആയിരിക്കും എനിക്ക്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ പ്രോസസ്സ് അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു ഫ്ലൈറ്റ് എടുത്തു. ബാംഗ്ലൂർക്ക് ഒരു ദിവസം ലേ ഓവർ ചെയ്തിട്ട് അവിടുന്ന് നേരെ ദോഹയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പം ആ സമയത്തുള്ള കുറച്ച് വിഷ്വൽസാണ് ഇതൊക്കെ. ഈ 2 പേരെയും കൊണ്ട് എങ്ങനെ ഞാൻ സർവൈവ് ചെയ്യും എന്നോർത്തിട്ടുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ആൾക്ക് അങ്ങനെ ഫീഡിങ് ഒന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്താകും എന്നറിഞ്ഞാണ്ടുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ പോവുക.